പുതിയ തലമുറയ്ക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ഒരു വളരെ വലിയൊരു സ്റ്റോറി തന്നെയാണ് തീർച്ചയായിട്ടും സംവിധായകരുടെ കഥയെന്ന് പറയുന്നത്, അല്ലേ മാഡം? തീർച്ചയായിട്ടും. കാര്യം നമ്മൾ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ സർപ്രൈസ് ആയാലും ക്യാബേജ് ഫെയറീസ് ആയാലും അതുപോലെ അഡ്വഞ്ചർ ഓഫ് ആലീസ് ഗേ എന്ന് പറയുന്നത് ആ സിനിമകളെല്ലാം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അതെല്ലാം ഒരു സ്ത്രീയുടെ ക്യാമറയുടെ ലോകത്തോട്ടുള്ള ഒരു യാത്ര കൂടിയാണ്. അതൊരു അഡ്വഞ്ചറസ് സ്റ്റോറി തന്നെയാണ്. അപ്പോൾ ഇത്തരം സാഹസിക യാത്രകൾ വിജയിച്ച് വന്നതുകൊണ്ടാണ് അവരെ ഇന്നത്തെ ലോകം ഏറ്റവും ആദരവോടുകൂടി കാണുന്നത്. നമ്മൾ ലൂമിയർ സഹോദരന്മാരെയും ഗ്രിഫിത്തിനെയും ഒക്കെ നമ്മൾ ഏറെ നെഞ്ചോട് ചേർത്ത് ആദരിക്കുമ്പോൾ, JC ഡാനിയലിനെ പോലുള്ള മഹത് വ്യക്തികളെ നമ്മൾ ആദരിക്കുമ്പോൾ, റോസിയെ പോലുള്ളവരെ നമ്മൾ മറന്നു പോകരുത്, ആലീസ് ഗേ ബ്ലാക്കിനെയും മറന്നു പോകരുത്. അതിൻ്റെ അർത്ഥം സിനിമയുടെ ഇടവഴികളിൽ എന്നല്ല, സിനിമയുടെ പൊതുവേദിയിൽ തന്നെ ഇടം പിടിച്ച വനിതാ സംവിധായികമാർ നമുക്കുണ്ടായിരുന്നു. അവരെ വീണ്ടും പരിചയപ്പെടുത്തുന്ന തരത്തിലായിരിക്കണം നിങ്ങളുടെ ഈ ലോക സിനിമയിലൂടെ എന്ന ഈ എപ്പിസോഡുകൾ മുന്നോട്ട് പോകേണ്ടത്. തീർച്ചയായിട്ടും വേണം, തീർച്ചയായിട്ടും. കാരണം നമുക്ക് പുതിയ ഡയമെൻഷൻസ് തന്നുകൊണ്ടാണ് മാഡം നമ്മോടിപ്പോൾ സംവദിക്കുന്നത്. നമ്മുടെ ഉദ്ദേശം അതിൻ്റെ ഒരു അടിസ്ഥാന ഉദ്ദേശം ഇതൊക്കെ തന്നെയാണ്. പക്ഷേ അതിൽ നമുക്ക് കൃത്യമായൊരു ഫോക്കസ് ഇങ്ങനെയുള്ള ചർച്ചകളിൽ കൂടെ തീർച്ചയായിട്ടും മാഡത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസിൽ കൂടെ നമുക്ക് തരാൻ പറ്റുന്നതിൽ വലിയൊരു ഭാഗ്യമാണ്. മാത്രമല്ല ഇത് കാണുന്ന നമ്മൾ സിനിമ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, വളരെ ക്രൈസായിട്ട് സിനിമയെ കാണുന്നവരുണ്ട്, ക്യാമറയെ കാണുന്നവരുണ്ട്, എഡിറ്റിംഗ് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഒരു മോട്ടീവ് തന്നെയാണ് മാഡം ഈ പറഞ്ഞ വരികൾ. തീർച്ചയായിട്ടും. അതുമാത്രവുമല്ല, നമ്മൾ ഇപ്പം ഒരു പുരുഷൻ്റെ മേഖലയാണ് സിനിമ എന്നാണ് നമ്മൾ എല്ലാവരെയും പഠിപ്പിക്കുന്നത്. ഇപ്പം നിങ്ങൾ തന്നെ ഇത്രയും എപ്പിസോഡുകൾ എടുത്തതിൽ ഒരു പക്ഷേ ഇന്നായിരിക്കും ഒരു ആലീസ് ഗേ ബ്ലാച്ചെ എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ചുള്ള ഒരു എപ്പിസോഡ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു 1000 എപ്പിസോഡ് വരുമ്പോൾ അതിലൊരു 10 എപ്പിസോഡിലൊക്കെയാണ് സ്ത്രീയുടെ ചരിത്രം ഒതുങ്ങിപ്പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ വളരെ ചെറിയ ഒരു ചരിത്രമായിട്ട് സ്ത്രീ മാറുകയേ ചെയ്യരുത്. പകരം ഒരു പുരുഷൻ സൃഷ്ടിച്ച ഒരു ലോകത്തെ അതിൻ്റെ പുരുഷൻ്റെ തന്നെ പാതിയായ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ പാതിക്ക് അവകാശിയായ സ്ത്രീക്കും ഒരു റോൾ ഉണ്ടായിരുന്നു എന്നും, ക്യാമറയിൽ എന്ന് മാത്രമല്ല, സിനിമയിൽ അഭിനയിക്കുന്നവരുടെ കൂട്ടത്തിലെന്ന് മാത്രമല്ല, സിനിമയുടെ എല്ലാ മേഖലകളിലും സ്ത്രീ സജീവ സാന്നിധ്യമായിരുന്നു എന്നുള്ളതിനാണ് ലോകത്തെ ആദ്യത്തെ വനിതാ സംവിധായകയായ ആലീസ് ഗേ ബ്ലാച്ചിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. ഇതിൽ മാഡം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, കുട്ടിക്കാലത്ത് നിന്ന് ഓർത്തെടുത്തതാണ് വാൾട്ട് ഡിസ്നിയുടെ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്നൊരു സിനിമ, കാർട്ടൂൺ സീരീസ് എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അത് ഒരു അനിമേഷൻ്റെ ഒരു വിസ്മയ ലോകം തുറന്നതുപോലെ സിനിമയുടെ ഒരു സ്ത്രീ പങ്കാളിത്തത്തിന്റെ ഒരു വിസ്മയ ലോകം ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്നപോലെ എന്നുള്ളത് ഒരു ഫാന്റസി ആയിട്ട്. പിന്നെ തീർച്ചയായിട്ടും കാര്യം വനിതാ സിനിമയുടെ ചരിത്രം പഠിക്കുമ്പോൾ ആലീസ് ഗേ ബ്ലാച്ചിനെ പഠിക്കാതെ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക? തീർച്ചയായും റോസിമാരുടെയും പ്രതിമകൾ നമ്മുടെ നാട്ടിൽ ഉയരട്ടെ, അല്ലേ മാഡം? അങ്ങനെ ഒരു പ്രതീക്ഷ നമുക്ക് ഒരിടത്തും ഇല്ല. എന്തെന്ന് വെച്ചാൽ മലയാള സിനിമയുടെ പിതാവായ JC ഡാനിയലിന് ഒരു പ്രതിമ നിർമ്മിക്കാൻ എത്ര കാലമെടുത്തു എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. അതുമാത്രവുമല്ല, നമ്മുടെ ഈ തിരുവനന്തപുരത്തിൻ്റെ മണ്ണിലാണ് ഇന്ന് പ്രിയപ്പെട്ട എഴുത്തുകാരി മാധവിക്കുട്ടി ഉറങ്ങുന്നത്. നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും സ്ത്രീക്ക് വേണ്ടിയിരുന്നാലും, മദ്യമയക്കുമരുന്നുകളിൽപ്പെട്ട തലമുറയെ രക്ഷിക്കുന്ന കാര്യത്തിലായാലും, കവിതയുടെയും പാരിസ്ഥിതിക പ്രവർത്തനങ്ങളുടെ മേഖലയിലും ഒക്കെ വ്യാപരിച്ചിരുന്ന നമ്മുടെ സുഗതകുമാരി അമ്മ. ആ സുഗതകുമാരി അമ്മയ്ക്ക് എന്ത് ആദരവാണ് കിട്ടിയത്? നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിലെ ഒരു കെട്ടിടത്തിൻ്റെ ഒരു ചെറിയൊരു ഹാളിൽ സുഗതസ്മൃതി ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു നിർമാതള ചുവടിൻ്റെ തണലിൽ പോലും എഴുത്തുകാരിയായ മാധവിക്കുട്ടി ഇല്ലാതിരിക്കുമ്പോൾ PK റോസിയെ പോലെ മലയാള സിനിമയിൽ എവിടെയാണ് അവഗണിക്കപ്പെടാത്തൊരു സ്ത്രീ സാന്നിധ്യം ഉണ്ടാകുന്നത് എന്ന് ഞാനിപ്പോഴും സംശയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ JC ഡാനിയലിനെ പോലുള്ളവരോട് ഇത്രയും കാലം കാണിച്ച അവഗണന എന്നെങ്കിലും സ്ത്രീകളുടെ കാര്യത്തിൽ ഇവർ മാറ്റും എന്ന് ഇല്ല. നമുക്ക് ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? ഞാനും അരുണും ഒക്കെ അടങ്ങുന്ന നമ്മുടെ ഈ സമൂഹമാണ് സ്ത്രീയെയും പുരുഷനെയും മാറ്റി നിർത്തരുത് എന്നൊരു ബോധത്തിലേക്ക്, ഒരു പൊതുബോധത്തിലേക്ക് എത്തിച്ചേരേണ്ടത്. അങ്ങനെ ഒരു നല്ല കാലം പിറക്കട്ടെ. നമ്മുടെ മക്കളിപ്പോൾ ഒരുപാട് മാറിയില്ലേ? അവരൊരു പക്ഷേ സിനിമയുടെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ ചരിത്രം തിരുത്തി കുറിക്കുമ്പോൾ
പുരുഷനോടൊപ്പം തന്നെ സ്ത്രീയുടെയും പ്രതിമ സ്ഥാപിക്കുന്ന, ആദരിക്കപ്പെടേണ്ടുന്നവരെ എല്ലാം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. മികച്ച നടിമാർ എന്ന് പറഞ്ഞ് 2 പേർക്ക് അവാർഡ് കൊടുത്താൽ എന്താണ്? കാര്യം അഭിനയിക്കുക എന്ന് പറയുന്നിടത്തൊരു സഹനടനും സഹനടിയും ഇല്ല. ഇത് ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന അഭിപ്രായമാണ്. എൻ്റെ ക്ലാസ് മുറികളിൽ ഞാൻ കുട്ടികളോടൊക്കെ ചോദിക്കാറുണ്ട്. കാര്യം അഭിനയിക്കുക എന്ന് പറയുമ്പോൾ അത് ഹാസ്യമായാലും സീരിയസ് ആയാലും സങ്കടമായാലും എല്ലാം അഭിനയമാണ്. ആ അഭിനയിക്കുന്നതിന് ഏറ്റവും നല്ല എന്താണ്, അല്ല അഭിനയിക്കുക എന്നല്ല, അവർ ആ ജീവിതം തന്നെ അല്ലെങ്കിൽ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ജീവിതവും അഭിനയവും എന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്തിടത്താണല്ലോ നമ്മൾ അവർക്ക് അവാർഡ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഉർവശി ചേച്ചിക്ക് ഇപ്പോൾ സഹനടിക്കുള്ള ദേശീയ അവാർഡ് കിട്ടിയത് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. കാര്യം നമ്മുടെ മലയാളത്തിൽ ഇനി ഏത് അവാർഡാണ് ഉർവശി ചേച്ചിക്ക് കിട്ടേണ്ടത്? പക്ഷേ ഒരു നടിയായി തന്നെ അല്ലെങ്കിൽ മികച്ച നടിമാർ എന്ന് പറഞ്ഞ് ഒരാൾ കൂടി അവാർഡ് കൊടുക്കുന്നതിൽ എന്താണ് കുഴപ്പം? ഒരു ശില്പം കൂടി ഉണ്ടാക്കിയാൽ എന്താണ് കുഴപ്പം? അല്ലെങ്കിൽ അത്തരത്തിൽ പോകരുത്. എന്തായാലും ഈ സഹ എന്ന് പറയുന്ന പേരിനോട് എനിക്ക് യോജിപ്പില്ല. മാഡത്തിൻ്റെ വാക്കുകളിലൂടെ ഒരു പുനരുദ്ധാരണം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴേ എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും അംഗീകരിക്കാനുമാണ് പഠിച്ചത്. ആ അംഗീകാരം വേറൊരു പേരിൽ കൊടുക്കുന്നതിനെ നമ്മളൊന്ന് എതിർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഫെമിനിസം പറയുകയോ അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും കുറ്റപ്പെടുത്തുകയോ ഒക്കെ ഒന്നും ചെയ്യുന്നതല്ല. നമ്മുടെ വ്യവസ്ഥിതി ഇത്തരത്തിലൊക്കെ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്നതാണ്.